إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പിതൃവ്യന്മാർ, ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വർഗാവകാശിയാണ്. അതേസമയം മറ്റൊരാൾ അബ്ദുൽ ഉസ്സ എന്ന പേരിൽ അറിയപ്പെടുന്ന അബൂ ലഹബ്, അദ്ദേഹം നരകാവകാശിയാണ്. എന്താണ് ഇതിന്റെ കാരണം? നോക്കൂ നിങ്ങൾ. ഒരു വേള അബൂ ജഹൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതികഠിനമായ ഭാഷയിൽ വിമർശിക്കുകയും ചിത്തവാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തു. ഇതിന്റെ പേരിൽ മക്കത്ത് അത് കേട്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠപുത്രനെ കുറിച്ച് ഇതാ അബൂ ജഹൽ വളരെ മോശമായ രൂപത്തിൽ ചിത്തവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പലതരം സംസാരങ്ങളും നടത്തുകയുണ്ടായി. നീയൊക്കെ വലിയൊരു വില്ലാളി വീരനാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, എന്താണ് ഇതിന് പ്രതികരിക്കാത്തത് എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹു വിശ്വാസിയായിരുന്നില്ല, അവിശ്വാസിയായിരുന്നു. നേരെ അബൂജഹലിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കർണത്തൊരടി വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ എന്തടിസ്ഥാനത്തിലാണ് എന്റെ ജ്യേഷ്ഠന്റെ മകന് ഈ രൂപത്തിലൊക്കെ ചിത്തവാക്കുകൾ പറഞ്ഞിരുന്നത്? നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ ശക്തമായ കഠിനമായ നടപടി ഞാൻ എടുക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ വിശദീകരിക്കുന്ന ആ വിശദീകരണ സദസ്സിലേക്ക് കയറി ചെന്നുകൊണ്ട് ഖുർആന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയാണ് ഹംസ റളിയല്ലാഹു അൻഹു ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞരുളുന്നതും അങ്ങനെ സത്യവിശ്വാസിയായി മാറുന്നതും. നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറഞ്ഞതിന്റെ പേരിൽ അതിനെ തടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയ ഒരു നല്ല മനസ്സിന്റെ ഉടമയായതുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം വാഗ്ദാനം ചെയ്യുകയാണ്. അതേസമയം അള്ളാഹുവിന്റെ റസൂലിനെ ചിത്ത പറഞ്ഞുകൊണ്ടാണ് ഈ അബൂ ലഹബ് മുന്നോട്ട് വന്നത്. നോക്കൂ നിങ്ങൾ, എല്ലാ അന്നത്തെ മക്കക്കാരെയും ഒരുമിച്ചു കൂട്ടിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ ഈ അബൂ ജഹൽ, ഈ അബൂ ലഹബ് പറഞ്ഞതെന്താണ്? തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ നീ ഒരുമിച്ചു കൂട്ടിയത്? നിനക്ക് നാശം മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചിത്ത പറയുകയും ചെയ്ത ഈ അബൂ ലഹബ് എന്ന് പറയുന്ന ഈ ദുഷ്ടനായ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ചിത്ത പറഞ്ഞ ഒരു വ്യക്തി, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം വാഗ്ദാനം ചെയ്യുകയാണ്. അതേസമയം അല്ലാഹുവിന്റെ റസൂലിനെ ചിത്ത പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്ന വേറൊരു ഇളയപ്പാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കൊടുക്കുകയാണ്.